ഓക്കെ, നമുക്ക് തുടങ്ങിയാലാ. എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോപ്പി അടിക്കുന്നത് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ഈ കോപ്പി അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരീക്ഷേൻ്റെ കോപ്പി അടിയല്ലേ, അത് ഞാൻ അടിക്കും. ആ അതല്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമിറ്റേറ്റ് ചെയ്യുക, വേറൊരാളെ ഇമിറ്റേറ്റ് ചെയ്യുക. അവർ പറയുന്ന പോലെ തന്നെ പറയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവർ നടക്കുന്ന പോലെ നടക്കാൻ ശ്രമിക്കുക. അങ്ങനത്തെ സംഭവമില്ലേ, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ഞാനത് ചെയ്യാറുമില്ല. പക്ഷേ ഇപ്പോൾ ഈ നടക്കായിട്ട് ഞാനൊരു വീഡിയോ ഉണ്ട്, രാജ് ഷമാനി, അങ്ങനെ തന്നെ അവൻ്റെ പേര്, രാജ് ഷമാനീൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഈ കോപ്പി അടിക്കുന്നതിനെ കുറിച്ച് പറയുന്നൊരു വീഡിയോ. പരീക്ഷേൻ്റെ കോപ്പി അടിയല്ല, പൊതുവെ ഈ കോപ്പി അടിക്കുന്നതിനെ കുറിച്ച് പറയുന്നൊരു വീഡിയോ. അത് നിങ്ങൾക്ക് യൂട്യൂബിലെല്ലാം നോക്കിയാൽ കിട്ടും. ആ വീഡിയോയിൽ അയാൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അത് ഞാൻ ആ വീഡിയോ ഞാൻ കേട്ടു, അല്ല ആ വീഡിയോ ഞാൻ കണ്ട്. അത് കണ്ടതിന് ശേഷം ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുമ്പോൾ അയാൾ പറഞ്ഞത് ശരിയാണ്. ശരിക്കും കോപ്പി അടി എന്ന് പറയുന്നത് ഒരു ബാഡായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മളെല്ലാവരും നമ്മളെ ലൈഫിൽ ഇത്രയും കാലമായിട്ട് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കോപ്പി അടിയൊക്കെ തന്നെയാണ്. അതൊരു തെറ്റല്ല. ഇപ്പം നമ്മൾ സ്കൂളിലായാലും നമ്മളിപ്പോൾ അക്ഷരങ്ങൾ പഠിക്കുന്നില്ലേ, അതെങ്ങനെയാണ് ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ നോക്കി കോപ്പി അടിച്ച് എഴുതിയിട്ടല്ലേ പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പാട്ട് പാടാനെല്ലാം എങ്ങനെയാണ് പഠിക്കുന്നത്? മുമ്പേ ആരെങ്കിലും പാടി വെച്ച പാട്ടുകളെല്ലാം അതൊക്കെ ഇങ്ങനെ പാടിയിട്ട് തന്നെയല്ലേ അത് പഠിക്കുന്നത്. അപ്പം നമ്മൾ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അറിവുകൾ നേടുന്നത് വേറൊരാൾ പറഞ്ഞു തരുന്ന അറിവുകൾ ബേസ് ചെയ്തിട്ടല്ലേ. നമ്മളായിട്ട് സ്വന്തമായിട്ട് പുതിയ അറിവുകളൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നവരും ഉണ്ടാവും, വളരെ കുറവ് ആൾക്കാരുണ്ടാവും അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ സ്കൂളിലെല്ലാം പോയി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, ഈ പുസ്തകത്തിലെല്ലാം നോക്കി പഠിക്കുന്നില്ലേ, ആ പുസ്തകമെല്ലാം എഴുതിയതാരാ? വേറെ ആരോ ആൾക്കാരായിരിക്കില്ല, വേറെ ആരോ എഴുതിയ പുസ്തകങ്ങൾ തന്നെയല്ലേ നമ്മളിപ്പോൾ നോക്കി ഏകദേശം അതിനെ കോപ്പി അടിച്ച് മനസ്സിലാക്കുന്നു. നമ്മളായിട്ട് സ്വന്തമായിട്ട് പുസ്തകമൊന്നും എഴുതുന്നില്ലല്ലോ. അപ്പോൾ അതെല്ലാം ഒരു കോപ്പി അടി തന്നെയല്ലേ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പം കോപ്പി അടി അത്ര വലിയ തെറ്റൊന്നല്ല. അതേപോലെ തന്നെ നമ്മൾ ലൈഫിലെല്ലാം എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കോപ്പി അടിച്ചിട്ടേ പഠിക്കുന്നുള്ളൂ. അങ്ങനെയാണ് രാജ് ഷമാനി ആ വീഡിയോ പറഞ്ഞത്. അതൊരു കറക്റ്റായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്കത് കൂടുതൽ വ്യക്തമായിട്ട് എന്താ പറഞ്ഞതെന്ന് കാണണമെങ്കിൽ അയാളുടെ വീഡിയോ പോയി കണ്ടാൽ മതി. എനിക്കിത്രേ പറയുള്ളൂ. അപ്പം ശരിയാണ്, കോപ്പി അടിക്കുന്നത് തെറ്റൊന്നല്ല. പക്ഷേ ഒരു മയത്തിലല്ല അടിക്കണം. ഈച്ച കോപ്പി അടിക്കാൻ പാടില്ല. അത് ഞാനിപ്പം എനിക്കത് വലിയ ഇഷ്ടമായിട്ട് തോന്നില്ല. ഒരാൾ ചെയ്യുന്നത് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. ഇത് ഞാൻ പറയാൻ വേണ്ടി വന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഈ കണ്ടൻറ് ക്രിയേഷൻ വേൾഡ് തന്നെ എടുക്കാം. ഇതിലേക്കിപ്പോൾ ഒരു പുതിയ ഒരാൾ വരുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് കണ്ടൻറ്റാണ് ചൂസ് ചെയ്യുക? ഫ്രഷ് കണ്ടൻറ് ഇല്ല, ആരെങ്കിലുമൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു യുണീക്ക് നീഷില്ല, അല്ലെങ്കിൽ ഒരു യുണീക്ക് കണ്ടൻറ് ഇല്ല. എല്ലാ കണ്ടൻറ്റും ഇപ്പോൾ അപ്ഡേറ്റഡായി, എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങി എല്ലാ കണ്ടൻറ്റും. അപ്പോൾ ഇനി ഒരു പുതിയൊരു കണ്ടൻറ് ക്രിയേറ്റർ വന്നു കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്യുന്ന കണ്ടൻറ്റ് വേറെ ആൾക്കാരൊക്കെ ചൂസ് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ വേറെ ആൾക്കാർ ഇടുന്നതായിരിക്കും. പക്ഷെ അത് കണ്ടിട്ട് നിങ്ങൾ ഇത് മറ്റവൻ്റെ കോപ്പി അല്ലെങ്കിൽ മറ്റവൻ്റെ കോപ്പി അങ്ങനെ പറയാൻ പാടില്ല. കാരണം യുണീക്ക് കണ്ടൻറ് ഇല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ തുണി അയച്ചിട്ട് തുള്ളുന്നത് പോലും യുണീക്ക് കണ്ടൻ്റ് അല്ല. അങ്ങനത്തെ കണ്ടൻറ്റ് വരെ ഇപ്പോൾ വന്നു തുടങ്ങി. അപ്പോൾ അതാ പറഞ്ഞത്, ഒരു യുണീക്ക് കണ്ടൻറ് ഇല്ല. തുണി അയച്ച് തുള്ളുന്ന കണ്ടൻറ്റ്സ് വരെ ഇപ്പോൾ ഉണ്ട്, അതുവരെ ഒരു കണ്ടൻറ്റായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഒരു ഫ്രഷ് അല്ലെങ്കിൽ ഒരു പുതിയ കണ്ടൻറ്റ് എന്ന് പറയുന്ന ഒന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഞാനായാലും ഞാനും അത് ഇത്രയും ദിവസം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടേ ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു നീഷ്. പക്ഷെ ഒറ്റൊന്നും കിട്ടുന്നില്ല, ഒരു ഫ്രഷ് അല്ലെങ്കിൽ യുണീക്കായിട്ടൊന്നും കിട്ടുന്നില്ല. പിന്നെ ഞാൻ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരി കണ്ടൻറ്റ് ഓക്കെ, യുണീക്ക് വേണ്ട, ഏതെങ്കിലും എന്തെങ്കിലും കണ്ടൻറ്റ് തന്നെ എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നീഷ് തന്നെ എടുക്കുക. പക്ഷേ അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതി അത് യുണീക്കായാൽ മതിയില്ലേ. കണ്ടൻറ്റ് വേറെ ആൾക്കാർ ചൂസ് ചെയ്ത കണ്ടൻറ്റ് തന്നെ എടുക്കുക, അത് കുഴപ്പമില്ല. പക്ഷേ അതെങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതിലല്ലേ കാര്യം. നമ്മൾ അവരെപ്പോലെ ഇമിറ്റേറ്റ് ചെയ്ത് അവരതേ ആക്ഷൻസ് എല്ലാം കാണിച്ചിട്ട് പറഞ്ഞാലേ ബോറുള്ളൂ. നമ്മളേതായൊരു സ്റ്റൈലിൽ കയറി പറഞ്ഞ് അവതരിപ്പിക്കുക, അതിലൊരു വെറൈറ്റി നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക, നമ്മളെ കണ്ടൻറ് സ്റ്റൈലിലല്ലോ. അങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാമല്ലോ. പിന്നെ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഓവർ